കൊല്ലത്തേക്കൊന്ന് വരികയാണെങ്കിൽ കൊല്ലം നഗരത്തിൽ കുടിവെള്ളം കിട്ടാതായിട്ട് നാളുകളായി. താമരക്കുളം MG സ്ട്രീറ്റ്, AVR നഗർ, SKP കോമ്പൗണ്ട് എന്നിവിടങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. പലപ്പോഴും വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ്. നിരവധി കുടുംബങ്ങൾക്കാണ് 7 മാസമായി കോർപ്പറേഷന്റെ കുടിവെള്ളം കിട്ടാതായിട്ട്. ദിലീപ് ദേവസി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദിലീപ്, എന്താണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നത്? വെള്ളമില്ലാതെ ആ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത്? റോഷ്നി, ഇപ്പോൾ കൊല്ലം ജില്ലയിൽ 37-38 താപനിലയാണ്. ഈ സാഹചര്യത്തിൽ കൊല്ലം ഈ നഗരത്തിലെ ഒരു പൈപ്പാണ്, കോർപ്പറേഷൻ്റെ ഒരു പൈപ്പ് ഞാൻ തുറന്നു കാണിക്കാം. ഇതിൽ നിന്ന് ആശ്രയം ജനങ്ങൾക്ക് നോക്കൂ, കുടിവെള്ളമില്ല, പകരം ഒരു കാറ്റ് വരുന്നുണ്ട്. ഈ കാറ്റാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിനൊരു തുള്ളി വെള്ളം പോലുമില്ല. ചെടി നനച്ചിട്ട് കാലങ്ങളായി. തൊണ്ട നനയ്ക്കാൻ വെള്ളമില്ലാത്ത ഇവർക്ക് ചെടി നനയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ താപനില 38-ലേക്ക് എത്തി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വെള്ളം കുടിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് ഇതാ എൻ്റെ പുറകിൽ കാണുന്ന ഇവരെല്ലാവരും തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്നതാണ്. ഇനിയും ആളുകൾ പിന്നാലെ വരാനുണ്ട്. ഏകദേശം ഈ പ്രദേശത്ത് 350-400ഓളം കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ AVR നഗർ കോളനിയിലാണ്. ഈ കോളനിയിലെ ആളുകളാണ് ഉള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, അബു താഹിർ അങ്ങോട്ട് ഒന്ന് ദൃശ്യങ്ങൾ കാണിക്കാം. ഇവിടെ വെള്ളം വരികയാണെങ്കിൽ അങ്ങ് ആ ദൂരെയാണ് വെള്ളം വരിക. അവിടെ നിന്ന് വെള്ളം ചുമന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ഒരു അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതാ നടക്കാനൊക്കെ പറ്റാത്ത അമ്മയല്ലേ വെള്ളം അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പറ്റാതെ? പറ്റത്തില്ല, വെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ല. 5-6 മാസമായി വെള്ളം വന്നിട്ട്. ഒട്ടും വയ്യ, നടക്കാനൊന്നും വയ്യ. എവിടെ നിന്ന് വെള്ളമൊന്നും കിട്ടുന്നില്ല. ഇത് ദൂരെയാണ് വരുന്നുണ്ടെങ്കിൽ അങ്ങ് കൊണ്ടുവെക്കും. അപ്പോഴാണ് വെള്ളം വരിക. ആഴ്ചയിൽ 1.5 വട്ടം വരും. ഞാൻ ഇല്ല, പോകത്തില്ല. വെള്ളം എടുക്കാൻ ഞങ്ങൾ പോകത്തില്ല. ഇവിടെ ഞാൻ പോകത്തില്ല. നടക്കാൻ വയ്യ. ഏത് സമയത്താണ് വെള്ളം വരിക? ഈ വെള്ളം വരുന്ന സമയമില്ല. അവർ തോന്നുമ്പോൾ കൊണ്ടുവരും, തോന്നുമ്പോൾ പോവും. വരുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ വെള്ളം തരുന്നുള്ളൂ. വരുന്ന ഉച്ചയ്ക്കായിരിക്കും വരുന്നത്. എല്ലാ വീട്ടിൽ ജോലി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ആണുങ്ങളില്ല, പെണ്ണുങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതേ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ. ചേച്ചി, എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? എങ്ങനെയാണ് ഈ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉള്ളതാണ്? കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ജോലിക്ക് പോകുന്നവരാണ്. ഇവിടെ കൂടുതലും കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അതാണ്ട് ഈ ചേച്ചി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇവരെ വീട്ടിൽ ഇവരാണ് പോയി വെള്ളം ചുമക്കേണ്ടത്. ഇത്രയും ദൂരത്ത് നിന്ന് വെള്ളം ചുമന്ന് വീട്ടിൽ കൊണ്ടുവരുന്നതാണ് വളരെ പ്രയാസമാണ്. വെള്ളം കോരി ഒരാൾ നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് പൈപ്പിൽ വെള്ളം വന്നിട്ട് എത്ര കാലം? ഒക്ടോബർ 5 മാസത്തോളമായി. ഇപ്പം നമുക്ക് വീട്ടിനകത്ത് വന്നിട്ട് 5 മാസത്തോളമായി. വന്നാലും എനിക്ക് കിട്ടത്തു പോലും ഇല്ല വെള്ളം. 24-ാം തീയതി വെള്ളം വന്ന് നിന്നതാ. 24-ാം തീയതി അന്ന് നിന്നതാ. ഇതുവരെ വെള്ളം വന്നിട്ടില്ല. നമുക്ക് കിണറുമില്ല, കുഴൽ കിണറില്ല. കോർപ്പറേഷൻ വെള്ളം മാത്രമാണ് ആശ്രയം. ആ വെള്ളവും കൂടി ഇപ്പം ടാങ്കറിൽ കൊണ്ടുവന്ന് ഒരു 250 മീറ്റർ ദൂരെ കൊണ്ടുവന്ന് ടാങ്കർ നിർത്തും. അവിടെ നിന്ന് ചുമന്ന് കൊണ്ടുവേണം വീട്ടിൽ കൊണ്ടുവരാൻ. എന്നും എത്രത്തോളം വെള്ളം ചുമക്കാൻ പറ്റും, അത് ഒരു ദിവസം വിട്ട് ഒരു ദിവസമേ കൊണ്ടുവരത്തുള്ളൂ. ഇതിനിടയിൽ വെള്ളം തീരെ കിട്ടാതാകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ പണം കൊടുത്ത് വെള്ളം വാങ്ങാറുണ്ട്? കൊടുത്ത് മേടിക്കും 50 രൂപ. അപ്പം നമ്മൾ കൂലിപ്പണിക്ക് പോകുന്നവർക്ക് 50 രൂപ കൊടുത്ത് മേടിക്കാനുള്ള നിവൃത്തിയില്ല നമുക്കിപ്പോൾ. എങ്ങനെ എടുക്കും? നമ്മൾ വീട് കഴിയോ വെള്ളം മേടിച്ച് കുടിവെള്ളം വരെ ഇപ്പോൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട സ്റ്റേജായി. വെള്ളം വേണമെങ്കിൽ ടാങ്ക് വെള്ളം മേടിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് ഈ വെള്ളം എടുത്ത് ഒട്ടും പറ്റത്തില്ല. അന്ന് നമ്മൾ എല്ലാം ചെയ്തിട്ട് അല്ലാതെ കുടിക്കാൻ തന്നെയും ക്യാൻ വെള്ളം നമ്മൾ മേടിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ബന്ധപ്പെട്ട് നിങ്ങൾ കൗൺസിലർ അടുത്ത് അങ്ങനെ അധികാരികളുടെ കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചായിരുന്നു. എല്ലാ സ്ഥലത്തും പോയിട്ടൊന്നും ഒന്നിനും ഫലമില്ല. ഇപ്പം അവിടെ ബോട്ട് ഇത് കെട്ടി അതും ഇപ്പോൾ പൊളിഞ്ഞു പോയെന്നാ പറഞ്ഞിരിക്കുന്നത്. മേയറെ വീട്ടിൽ പോയി മുൻ മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ വാർഡ് കൂടിയാണ്. മുൻ മേയറാണ്. മേയർ 4 വർഷം ഇവിടെ മേയറായി ഇരുന്നതിന് ശേഷം ഇവിടുന്ന് ഇപ്പോൾ മേയർ സ്ഥാനം മാറിയിരിക്കുകയാണ്. മേയർ അടുത്ത് പോയായിരുന്നു. മേയറെ വീട്ടിൽ പോയി. ഞങ്ങളെ പോയപ്പോൾ എന്തിനാ എല്ലാവരും കൂടി രാവിലെ വരുന്നത്, ഫോൺ വിളിച്ചാൽ പോരെ എന്നാ മേയർ ചോദിച്ചത്. വെള്ളം ടാങ്കറി അയക്കുന്നില്ല, ഇനിയിപ്പോൾ ഓരോരുത്തരെ വീട്ടിൽ കൊണ്ട് തരാൻ പറ്റുമോ എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ ചോദിക്കുന്നത്. വീട്ടിൽ കൊണ്ട് തരാനല്ല, ഞങ്ങൾക്ക് പൈപ്പിൽ വെള്ളം വന്നാൽ മതി. മേയറെ വീട്ടിൽ പോയി, വാട്ടർ അതോറിറ്റി പോയി, കുഴൽക്കിണറിന്റെ ഓഫീസിൽ പോയി, എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോകുന്നു. റോഷ്നി, അങ്ങനെ ഇവിടെ വെള്ളം കിട്ടാതെ നിൽക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം. ഒരു നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു കോളനിയാണ് AVR നഗർ. ഇതിന് തൊട്ടടുത്ത് മറ്റ് കോമ്പൗണ്ടുകളുണ്ട്. അങ്ങനെ ഈ കോളനികളിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ആഴ്ചയിൽ 1 വരും, അല്ലെങ്കിൽ ദിവസം വരുന്നില്ല, 1 വരികയുള്ളൂ. അതും തോന്നിയ സമയത്ത് വരും. അതും കൃത്യമായി
കൃത്യമായ ഒരു വീട്ടുകാർക്ക് നിർബന്ധമായി ഇത്ര ലിറ്റർ വെള്ളം കിട്ടണമെന്നും ഒന്നുമില്ല. ചിലപ്പോൾ 2 ബക്കറ്റ് വെള്ളമൊക്കെ മാത്രമായിരിക്കും ഇവർക്ക് ലഭിക്കുക. പിന്നീട് നടന്നു കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. വീട്ടിലെ പൈപ്പുകളിൽ തുറന്നാൽ കാറ്റ് മാത്രം വരുന്നു. അതിന് ബില്ല് ഒരു തവണ വന്നപ്പോൾ അത് കോർപ്പറേഷനിൽ ചെന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ ആ ബില്ല് അടയ്ക്കേണ്ട എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നത്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഇപ്പോൾ 6 മാസം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും അടിയന്തരമായിട്ട് ഇവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ഈ വീടുകളിൽ കൃത്യമായി വെള്ളം കിട്ടേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. താപനില 37, 38 ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതുണ്ട്. ശുദ്ധമായ വെള്ളം കുടിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യവുമാണ്. ആ വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ കൊല്ലം നഗരത്തിലുള്ളത്. റോഷ്നി.